ചെന്നൈയിൽ ചെന്ന് സ്വർണം ഇപ്പോൾ വാങ്ങാനുള്ള തയ്യാറെടുപ്പിലാണ് സിന്ധുവും അഹാനയും ഹൻസികയും ഇഷാനിയും. എന്നാൽ അവിടെ സായർ ജുവലറി എന്ന് പറയുന്ന ചെന്നൈയിലെ ജുവലറിയിലേക്ക് എത്തിയിരിക്കുന്ന ഇരുവരുടെയും ചിത്രങ്ങൾ പ്രേക്ഷകർ ഏറ്റെടുക്കുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ സിന്ധുവും അഹാനയും മാത്രമാണ് അവിടേക്ക് ആദ്യം എത്തുന്നതെന്നാണ് കരുതിയത്. പിന്നീടാണ് അനിയത്തിമാരെല്ലാവരും കൂടി എത്തുന്നു എന്ന് മനസ്സിലായത്. ഇതോടെ തന്നെ ഇപ്പോൾ അഹാനയുടെ വിവാഹ ജുവലറി എടുക്കാനായി തന്നെയാണ് ഇവർ എത്തിയിരിക്കുന്നത് എന്ന് മനസ്സിലാകുന്നു. എന്നാൽ ദിയയും അശ്വിനും ഇല്ലാത്തതിനെ കുറിച്ച് തന്നെയാണ് എല്ലാവരും ചോദിക്കുന്നത്. പ്രേക്ഷകരും അത് തന്നെയാണ് സംസാരിക്കുകയും ചെയ്യുന്നത്. സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന എല്ലാവരും വളരെയധികം തന്നെ ഇതിനെക്കുറിച്ച് ചോദിക്കുകയും ചെയ്യുന്നുണ്ട്. ആരാധകരും വളരെയധികം സ്നേഹത്തോടെ ഇതിനെക്കുറിച്ച് സംസാരിക്കുകയും ചെയ്യുന്നുണ്ട്. പ്രേക്ഷകർ ഇപ്പോൾ എല്ലാവരും ദിയ എവിടെ എന്ന് തന്നെ ചോദിക്കുന്നു. എന്നാൽ ദിയ സെപ്പറേറ്റ് ആയിരിക്കാം ഒരുപക്ഷെ എടുക്കുന്നത്. എല്ലാ തവണയും ആ കുട്ടി അങ്ങനെ തന്നെയാണല്ലോ ചെയ്യാറുള്ളത്. എല്ലാ കാര്യങ്ങളും സെപ്പറേറ്റായി ചെയ്യുന്നതാണ് ആ കുട്ടിക്ക് കുറച്ചുകൂടി ഇഷ്ടവും. അതനുസരിച്ച് തന്നെ ചെയ്യട്ടെ എന്നാണ് ഞങ്ങളും ആഗ്രഹിക്കുന്നത്. എന്തായാലും അഹാനയുടെ വിവാഹ ഒരുക്കങ്ങൾ തുടങ്ങിയതിൻ്റെ സന്തോഷത്തിലാണ് ഞങ്ങൾ. വളരെയധികം സ്നേഹത്തോടെയാണ് ഈ വാർത്ത ഏറ്റെടുക്കുകയും ചെയ്യുന്നത്. ഓരോ തവണയും പ്രേക്ഷകർ വളരെയധികം സ്നേഹത്തോടെ അത് ഏറ്റെടുക്കുന്നു എന്ന് മാത്രമല്ല, ആരാധകരുടെ സ്നേഹം വളരെയധികം തന്നെയാണ് മനസ്സിലാവുകയും ചെയ്യുന്നത്. പ്രേക്ഷകരെല്ലാവരും ഇപ്പോൾ ദിയയെക്കുറിച്ച് ചോദിക്കുമ്പോൾ എല്ലാവരും അഹാനയുടെ വിവാഹത്തെക്കുറിച്ചും ചർച്ച ചെയ്യുന്നുണ്ട്. ചിങ്ങത്തിലായിരിക്കും വിവാഹമെന്ന് ഉറപ്പിച്ചു കഴിഞ്ഞു. അതുകൊണ്ടാണ് ഇപ്പോൾ സ്വർണവും മറ്റുമുള്ള സാധനങ്ങളും വാങ്ങാനായി ചെന്നൈയിലേക്ക് എത്തിയത്. ഇവിടെയുള്ള ഏത് ജുവലറിയിൽ എത്തിയാലും അഹാനയുടെ വിവാഹക്കാര്യം എല്ലാവരും അറിയും. അതുകൊണ്ട് തന്നെ ആയിരിക്കണം ഒരു പക്ഷേ അവർ ഇത്തരത്തിൽ സ്വർണം എടുക്കുന്നത് വളരെ രഹസ്യമായി ചെന്നൈയിലേക്ക് മാറ്റിയത്. അഹാന ചെന്നൈയിൽ തന്നെയാണ് പഠിച്ചു വളർന്നത്. അതുകൊണ്ട് അവിടുത്തെ ഓരോ കടകളും നന്നായി അറിയുന്നൊരു കുട്ടി കൂടിയാണ് അഹാന. അതുകൊണ്ട് അഹാനയ്ക്ക് അത് കുറച്ചുകൂടി ചേരുമായിരിക്കും. അതുപോലെ ചേരുന്ന സാധനങ്ങൾ തിരഞ്ഞെടുക്കാൻ അഹാനയ്ക്ക് നന്നായി അറിയുകയും ചെയ്യാം. അത് പ്രേക്ഷകരും പറയുന്നുണ്ട്. അതുപോലെ തന്നെയാണ് അഹാനയുടെ വാർത്തകൾ സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറുന്നത് എന്ന് കൂടി പറയാം. ആരാധകർ വളരെയധികം സ്നേഹത്തോടെ ഏറ്റെടുക്കുന്ന പോലെ തന്നെ പ്രേക്ഷകരുടെ പ്രീതിയും വളരെയധികം ഇതിൽ നിൽക്കുന്നുണ്ടെന്ന് മനസ്സിലാവുന്നു. ഇതോടൊപ്പം സോഷ്യൽ മീഡിയ പോസ്റ്റുകളും വളരെയധികം ചർച്ച ചെയ്യുന്നുണ്ട് എന്ന് കൂടി പറയുന്നുണ്ട്. അഹാനയുടെ വാർത്തകൾ വളരെയധികം സോഷ്യൽ മീഡിയ പോസ്റ്റുകളിലൂടെ തന്നെ വാർത്തയായി തന്നെ മാറുന്നതിനോടൊപ്പം ആരാധകരുടെ പ്രീതിയും പിടിച്ചുപറ്റുന്നുണ്ട്. അഹാനയുടെ വിവാഹത്തിന് തന്നെയാണ് ഞങ്ങൾ എല്ലാവരും കാത്തിരിക്കുന്നത്. ഓമി എങ്ങനെയായിരിക്കും അഹാനയുടെ വിവാഹത്തിന് വരുന്നതെന്ന് കാണാൻ ഞങ്ങൾ കാത്തിരിക്കുന്നു. ഓമി ആയിരിക്കുമല്ലോ താരം. ഇപ്പോൾ അഹാനയുടെ വിവാഹവുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്നത് കൊണ്ട് തന്നെയാണ് പ്രേക്ഷകർ ഇതെല്ലാം ഏറ്റെടുക്കുകയും ചെയ്യുന്നത്. സോഷ്യൽ മീഡിയയിൽ നിരവധി പേരാണ് ഈ ഒരു വാർത്തയെക്കുറിച്ച് കേൾക്കുകയും ചെയ്യുന്നത്. ഓരോ തവണയും അവർ അത്തരത്തിൽ തന്നെ സോഷ്യൽ മീഡിയ പോസ്റ്റുകളുമായി എത്തുകയും ചെയ്യുന്നു. പ്രേക്ഷകർ വളരെയധികം കൃത്യമായി തന്നെ പങ്കുവയ്ക്കുകയും ചെയ്യുന്നു. അഹാനയുടെ വാർത്തയുമായി ബന്ധപ്പെട്ട് നിരവധി പ്രേക്ഷകരാണ് ഇവരുടെ വാർത്തയോടൊപ്പം തന്നെ കാര്യങ്ങളെല്ലാം ചോദിക്കുകയും ചെയ്യുന്നത്. പ്രേക്ഷകർക്ക് അത് മനസ്സിലാകുന്നുണ്ട് എന്ന് കൂട്ടിച്ചേർക്കുന്നതിനോടൊപ്പം തന്നെ അഹാനയുടെ വിവാഹം എന്നായിരിക്കുമെന്നുള്ള ചോദ്യങ്ങളും തുടങ്ങിക്കഴിഞ്ഞു. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.